ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പാരസെറ്റാമോൾ ഗുളിക കാണാത്തവരോ കഴിക്കാത്തവരോ കുറവായിരിക്കും. ചെറിയ തലവേദനയോ പനിയോ മറ്റോ വരുമ്പോൾ പലരും സ്ഥിരമായി കഴിക്കുന്നതാണ് പാരസെറ്റാമോൾ ഗുളികകൾ. പാരസെറ്റാമോളിന് പാർശ്വഫലങ്ങളുണ്ടെന്നും ഇല്ലെന്നുമുള്ള വാദപ്രതിവാദങ്ങൾ ഏറെക്കാലമായുണ്ട്. ഗർഭിണികൾ പാരസെറ്റാമോൾ കഴിക്കുന്നത് സുരക്ഷിതമാണോ? ഈ ഒരു ചോദ്യവും ചർച്ചയാകാറുണ്ട്. എന്നാൽ ഗർഭിണികൾ പാരസെറ്റാമോൾ കഴിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ലെന്നാണ് അന്താരാഷ്ട്ര മെഡിക്കൽ ജേർണലായ ലാൻസെറ്റിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവനയാണ് പാരസെറ്റാമോളിനെ വീണ്ടും ചർച്ചകളിലെത്തിച്ചത്. ഗർഭിണികൾ പാരസെറ്റാമോൾ ഒഴിവാക്കണമെന്നും അല്ലെങ്കിൽ ഓട്ടിസമുള്ള കുഞ്ഞ് ജനിച്ചേക്കാമെന്നുമായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ ഇതിനെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ വിദഗ്ധർ രംഗത്തെത്തിയിരുന്നു. ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ ട്രംപിന്റെ പ്രസ്താവന തള്ളിയിരുന്നു. ഗർഭകാലത്തെ പാരസെറ്റാമോൾ ഉപയോഗത്തെക്കുറിച്ച് നടത്തിയ 43 പഠനങ്ങളിൽ നിന്നുള്ള നിഗമനങ്ങളാണ് ഗവേഷകർ ലാൻസെറ്റ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചത്. ലണ്ടൻ സർവകലാശാലയിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് മറ്റേണൽ ഫീറ്റൽ മെഡിസിൻ വിഭാഗത്തിലെ പ്രൊഫസർ അസ്മ ഖലീലിന്റെ നേതൃത്വത്തിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. പാരസെറ്റാമോളിന് കുഞ്ഞുങ്ങളിലെ ഓട്ടിസവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല. ഗർഭകാലത്ത് പാരസെറ്റാമോൾ കഴിക്കുന്നത് ജനിക്കാൻ പോകുന്ന കുട്ടികളിൽ ഓട്ടിസം, ADHD, ശാരീരിക മാനസിക വെല്ലുവിളികൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നതിന് യാതൊരു തെളിവുകളുമില്ല. പാരസെറ്റാമോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഗർഭകാലത്ത് കഴിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല. പ്രൊഫസർ അസ്മ ഖലീൽ പറയുന്നു. ഗർഭകാലത്തെ പനി, വേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഏറ്റവും പ്രാഥമികമായി നിർദ്ദേശിക്കുന്ന ഗുളികയാണ് പാരസെറ്റാമോൾ. അതിനാൽ പാരസെറ്റാമോളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നത് പ്രധാനപ്പെട്ടതാണെന്നും ഇവർ പറയുന്നു. പാരസെറ്റാമോളിന്റെ സുരക്ഷ എല്ലാ കാലത്തും ചർച്ചയാണ്. സുരക്ഷിതമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ടെങ്കിലും അമിതമായ ഉപയോഗം പാർശ്വഫലങ്ങൾക്ക് കാരണമാകാറുണ്ട്. രക്തസമ്മർദ്ദമുള്ളവരും ഹൃദയാഘാത സാധ്യതയുള്ളവരും പാരസെറ്റാമോൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. പാരസെറ്റാമോളിന്റെ സ്ഥിരമായ ഉപയോഗം രക്തസമ്മർദ്ദം കൂട്ടുകയും ഹൃദയാഘാത സാധ്യത കുറയ്ക്കുകയും ചെയ്യുമെന്നാണ് ചില പഠനങ്ങൾ പറയുന്നത്. സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഹൃദയാഘാതത്തിനും പക്ഷാഘാതത്തിനും സാധ്യതയുള്ള ആളുകൾക്ക് പാരസെറ്റാമോൾ നിർദ്ദേശിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമെന്ന് ഗവേഷകർ ഡോക്ടർമാരോട് നിർദ്ദേശിക്കുന്നു. 65 വയസ്സിന് മുകളിലുള്ളവരിൽ സ്ഥിരമായ പാരസെറ്റാമോൾ കഴിക്കുന്നത് അന്നനാളം, വൃക്ക, ഹൃദയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ വർദ്ധിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. US-ൽ കുഞ്ഞുങ്ങളിൽ ഓട്ടിസം വർദ്ധിക്കുന്നതിൽ ഗർഭിണികൾ പാരസെറ്റാമോൾ കഴിക്കുന്നതുമായി ബന്ധമുണ്ടെന്നായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ ട്രംപിന്റെ ആരോപണം. ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ വേദന സംഹാരിയായ ടൈലനോൾ ഒഴിവാക്കുന്നതാകും നല്ലതെന്നായിരുന്നു ട്രംപിന്റെ വാദം. അസെറ്റമോമിനോഫെൻ എന്ന മരുന്നിന്റെ ബ്രാൻഡ് നെയിമാണ് ടൈലനോൾ. ഇന്ത്യയിലും UK-യിലും പാരസെറ്റാമോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. US ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസസ് സെക്രട്ടറി റോബർട്ട് F. കെന്നഡി ജൂനിയറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനം ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ വാദം. ട്രംപിന്റെ പ്രസ്താവനയെ ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ തള്ളിയിരുന്നു. ഗർഭിണികൾ പാരസെറ്റാമോൾ കഴിക്കുന്നതും ഓട്ടിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഈ വിഷയത്തിൽ ട്രംപിന്റെ വാദം അംഗീകരിക്കാനാകുന്ന തെളിവുകളോ പഠനങ്ങളോ നിലവിൽ ലഭ്യമല്ലെന്നും ലോകാരോഗ്യ സംഘടന വിവാദമുയർന്ന ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.